നിങ്ങൾക്കെപ്പെങ്കിലും ഒരു സാധനം എടുക്കാൻ വേണ്ടിയിട്ട് ഒരു റൂമിൽ പോയപ്പോൾ ആ റൂമിന്റെ ഡോറിന്റെ അടുത്തെത്തി അല്ലെങ്കിൽ ആ റൂമിൽ കയറിയതിന് ശേഷം എന്തിനാ വന്നതെന്ന് പോലും മറന്നുപോയ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ചങ്ങായിമാരോട് സംസാരിക്കുന്ന ഇടയിൽ, അതായത് ആരെങ്കിലോട് സംസാരിക്കുന്ന ഇടയിൽ ഒരു വേർഡ് നമ്മളെ നാവിന്റെ തുമ്പത്തുണ്ട്, പക്ഷെ നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഈ രണ്ട് സിറ്റുവേഷനും സ്വാഭാവികമായിട്ട് എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. ബട്ട് ഇപ്പൊ ഇത് നിങ്ങൾക്ക് കൂടിയ പോലെ തോന്നിയിട്ടുണ്ടാ? ഇതിനിപ്പോ വ്യാപകമായിട്ട് ഇന്റർനെറ്റിൽ വിളിക്കുന്ന ഒരു പേരാണ് ബ്രെയിൻ റോട്ട്. ശരിക്കും ബ്രെയിൻ റോട്ട് കാരണം നമ്മളെ ലൈഫിൽ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നതെന്ന് അറിയാമോ? നിങ്ങൾ ഇന്റർനെറ്റിൽ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും ബ്രെയിൻ റോട്ട് കാരണം അറ്റൻഷൻ സ്പാൻ കുറയും, ഫോക്കസ് കുറയും എന്നൊക്കെ. ശരിക്കും ബ്രെയിൻ റോട്ട് കാരണം നമ്മളെ ബ്രെയിനിന് എന്താ സംഭവിക്കുന്നത് അറിയാമോ? ബ്രെയിൻ റോട്ട് എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് ഡോപ്പമിൻ എന്താണെന്ന് നമ്മൾ അറിയണം. ഈ ഡോപ്പമിൻ പ്ലഷർ കെമിക്കലാണെന്ന് എല്ലാവർക്കും അറിയാം. അതേപോലെ ഈ ഡോപ്പമിൻ കാരണം തന്നെയാണ് നമുക്ക് ഈ മോട്ടിവേഷനും ക്യൂരിയോസിറ്റിയും ഒക്കെ ഉണ്ടാവുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുമ്പോൾ, നമ്മൊരു വീഡിയോ കാണുമ്പോൾ, അതായത് ഒരു വീഡിയോ സ്ക്രോൾ ചെയ്ത് കാണുമ്പോൾ ഒരു ഡോപ്പമിൻ സ്പൈക്ക് ഉണ്ടാവും. അപ്പോൾ അടുത്ത വീഡിയോ എന്താണെന്ന് കാണാനുള്ള ക്യൂരിയോസിറ്റിയിൽ സ്ക്രോൾ ചെയ്യും. അങ്ങനെ 200 വീഡിയോ ഒരു ഹവറിൽ കാണുമ്പോൾ 200 ഡോപ്പമിൻ സ്പൈക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ബ്രെയിൻ വിചാരിക്കും എഫേർട്ട് എന്ന് പറയുന്നത് സ്ക്രോളിംഗ് ആണ്, റിവാർഡ് എന്ന് പറയുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്നതാണ്. അറ്റ് ലാസ്റ്റ് ഇതൊരു ലൂപ്പായിട്ട് മാറും. ബട്ട് റിയൽ ലൈഫിൽ ഇത് ഇങ്ങനെയൊന്നല്ല വർക്ക് ചെയ്യൽ. എക്സാമ്പിൾ, ഒരു ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഡോപ്പമിൻ സ്പൈക്ക് ഉണ്ടാവില്ല. അതുപോലെ പഠിക്കണമെങ്കിൽ നമ്മൾ കുറേ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇൻസ്റ്റൻറ്റ് റിവാർഡ് കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മളെ ബ്രെയിന് മാക്സിമം അത് അവോയ്ഡ് ചെയ്യും. ഈ കോൺസ്റ്റൻറ്റ് ഡോപ്പമിൻ ഓവർലോഡ് കാരണം, അതായത് ഈ ഷോർട്ട് ടേം കണ്ടന്റ് കൺസ്യൂം ചെയ്യുന്നത് കൊണ്ട് കാരണം നമ്മളെ ബ്രെയിനിൻ്റെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് വീക്കാവും. ബ്രെയിനിൻ്റെ ഈ ഏരിയ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫോക്കസ്, പ്ലാനിങ്, ഡീപ് തിങ്കിങ് ഒക്കെ ചെയ്യുന്നത്. ബ്രെയിൻ റോട്ട് എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ ഡിസീസ് അല്ല, മറിച്ച് ഒരു മെൻ്റൽ സ്റ്റേറ്റ് ആണ്. നിങ്ങൾക്ക് സൈലൻ്റ് ആയിട്ട് ഇരിക്കൽ, അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യൽ, ഇടയ്ക്കിടെ ഒരു കാരണം പോലും ഇല്ലാതെ ഫോൺ നോക്കൽ, പെട്ടെന്ന് ഒന്നും ഓർത്തെടുക്കാൻ കഴിയാതിരിക്കൽ, ഇതൊക്കെ ബ്രെയിൻ റോട്ടിൻ്റെ സിംറ്റംസ് ആണ്. ശരിക്കും ബ്രെയിൻ റോട്ടിൻ്റെ ഡേഞ്ചർ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡീപ്പ് വർക്ക് ചെയ്യേണ്ട എബിലിറ്റി വീക്കാവും. ഡീപ്പ് വർക്ക് ചെയ്യണമെങ്കിൽ അറ്റൻഷൻ വേണം, അറ്റൻഷൻ ആണെങ്കിൽ ബ്രെയിൻ റോട്ട് കാരണം വീക്കാവും. ജസ്റ്റ് ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ, നമ്മൾ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ആക്കുന്നു, പിന്നെ ഒരു 40-45 മിനിറ്റ് നമ്മൾ പോലും അറിയാണ്ട് പോകുന്നു. അതൊരു വീക്ക്നെസ് അല്ല, അൽഗോരിതം അങ്ങനെയാണ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. നിങ്ങൾ ജസ്റ്റ് ഒരു കാര്യം ചെയ്താൽ മതി. അൽഗോരിതം നമ്മളെ കൺട്രോൾ ചെയ്യുന്നതിന് പകരം നമ്മൾ അൽഗോരിതത്തെ കൺട്രോൾ ചെയ്യുക. നമ്മളെ ബ്രെയിന് പ്ലാസ്റ്റിക് പോലെയാണ്, അതുകൊണ്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു 3 ടിപ്സ് പറഞ്ഞുതരാം. ആദ്യത്തേത്, റെഡ്യൂസ് ഷോർട്ട് ഫോം കണ്ടന്റ്. ജസ്റ്റ് കൺട്രോൾ ചെയ്താൽ മതി. റാൻഡമായിട്ടുള്ള സ്ക്രോളിങ് ഒഴിവാക്കുക. ഈ റാൻഡമായിട്ടുള്ള സ്ക്രോളിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യുമ്പോൾ, അതായത് ഒരു ട്രാഫിക്കിൽ പെടുമ്പോൾ അല്ലെങ്കിൽ ഒരു വെറുതെ ഇരിക്കുമ്പോൾ ഒരു കാര്യമില്ലാണ്ട് സ്ക്രോൾ ചെയ്യുന്നതാണ് റാൻഡമായിട്ടുള്ള സ്ക്രോളിങ്. അത് മാക്സിമം ഒഴിവാക്കുക. അടുത്തത്, ബോർഡം ട്രെയിനിങ്. നോ മ്യൂസിക്, നോ സ്ക്രോളിങ്, നോ സ്റ്റിമുലേഷൻ. ഇതൊന്നുമില്ലാതെ ഇരിക്കുക. കുറച്ച് ടൈം ഇരിക്കുമ്പോൾ തന്നെ അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും. അതിനർത്ഥം യുവർ ബ്രെയിൻ ഈസ് ഹീലിംഗ്. ഈ കാലത്തെ ഏറ്റവും വലിയ സൂപ്പർ പവർ എന്താണെന്ന് വെച്ചാൽ വെറുതെ ഇരിക്കലാണ്. അടുത്തതാണ് റീഡിങ്. ജസ്റ്റ് ഒരു പേജെങ്കിലും വായിക്കുക. അറ്റൻഷൻ സ്പാൻ പെട്ടെന്ന് കൂട്ടാനുള്ള ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള വഴിയാണ്. ഇതിനെക്കുറിച്ച് ഞാൻ വേറെ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്.